2024 ഇറങ്ങിയ നായികമാർ ഇല്ലാതിരുന്ന മലയാള ചലച്ചിത്രങ്ങളാണ് മഞ്ഞുമ്മൽ ബോയ്സും ആവേശവും. എന്നാൽ ഇതിനെതിരെ ചില ഫെമിനിസ്റ്റുകൾ പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. ഈ രണ്ട് ചിത്രങ്ങളിലും നായികമാർക്ക് ഒരു സ്കോപ്പുമില്ലെങ്കിലും എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റണമായിരുന്നു എന്ന മട്ടിലായിരുന്നു അവരിൽ ചിലരുടെ പ്രകടനം. 90കളിലൊക്കെ ഇത്തരത്തിലുള്ള ഫെമിനിസ്റ്റുകൾ സജീവമായിരുന്നെങ്കിൽ ഗോഡ് ഫാദറിലെ സ്ത്രീ വിരോധിയായ അഞ്ഞൂറാനൊക്കെ വിവരം അറിഞ്ഞാണ്. റിയാസ് ഖാന്റെ അടിച്ചു കയറുക തരംഗത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലെ പുതിയ തരംഗം ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാരെയും കൺവിൻസ് ചെയ്ത് ചതിച്ച് കൺവിൻസിംഗ് സ്റ്റാറായി മാറിയ സുരേഷ് കൃഷ്ണയെ തിരിച്ച് കൺവിൻസ് ചെയ്ത് ചതിച്ച ഒരേ ഒരാളെ മോളിവുഡിലുള്ളൂ. ഞാനൊരു സാത്വികനാണ്, ഒരു ബ്രഹ്മചാരിയാണ്. തന്റെ മന്ത്രശക്തിയും ആഭിചാരവും മണ്ണാങ്കട്ടയുമായി മര്യാദയ്ക്ക് സമാധിയായാൽ തനിക്ക് നല്ലത്. ഇല്ല പൊക്കി കൊണ്ടുപോയി ഹോമം കൂട്ടി ഉരുട്ടും ഞാൻ സാറിനെ 1 മണിക്കൂറിനകം വന്ന് കാണും. എന്നെ വിശ്വസിക്കണം. ഉറപ്പാണ്. ഇല്ല ഞാൻ വീണ്ടും വരേണ്ടി വരില്ല. 1 മണിക്കൂറിനകം നമ്മൾ തമ്മിൽ കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. തന്നെ മെറ്റാലിക്ക. ചെന്നൈ പാസം പോലെ തന്നെ വിനീത് ശ്രീനിവാസന് ഇഷ്ടമുള്ള ചില വാക്കുകളും പുള്ളിയുടെ ചിത്രങ്ങളിൽ ആവർത്തിച്ചു വരാറുണ്ട്. 2015 ഇറങ്ങിയ ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിൽ അജു വർഗീസിന്റെ കടയുടെ പേരാണ് മെറ്റാലിക്ക. എന്താണ് നിന്റെ സെക്സ് റാക്കറ്റിന്റെ പേര്? മെറ്റാലിക്ക. അതിന്റെ കടയുടെ പേര്. 2024 ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ നിവിൻ പോളി ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന കടയുടെ പേരും മെറ്റാലിക്ക എന്ന് തന്നെയാണ്. ഒരേപോലെ ഉച്ചരിക്കുന്ന രണ്ട് വാക്കുകളിലൂടെയുള്ള കോമഡി രംഗങ്ങൾ അന്നും ഇന്നും നിലനിൽക്കുകയും വർക്കാവുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ. ചായ എന്ന വാക്കിന് അത്തരത്തിൽ പല സിനിമകളിലും പല മുഹൂർത്തങ്ങളും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചും. അതിനവര് ചായയും കാച്ചിക്കൊണ്ട് വന്നല്ലേ പറ്റൂ. ചായ ചളവാക്കാതെ പോളെ. ചായ എന്നാത്തിനാ? ചായ വേണോ? വേണ്ട മോളെ, ചായയും പച്ചൊന്നും ഇപ്പൊ വേണ്ട. ഈശ്വര, എന്തൊരു ചരിത്രം.